കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്താണ് ശോഭയുടെ ഭർത്താവായ രമേശിന്റെ വീട്. രമേശ് മലേഷ്യയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രമേശിന്റെ അമ്മ നളിനിയും അച്ഛൻ അച്യുതനും സ്നേഹനിധികളാണ്. എങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നളിനി ശോഭയെ കുറ്റം പറഞ്ഞാൽ അച്യുതൻ നളിനിയെ തിരുത്തും. സന്തോഷവും സ്നേഹവുമുള്ള കുടുംബമായിരുന്നു ശോഭയുടേത്. ഒരു ദിവസം ശോഭയും നളിനിയും അച്യുതനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശോഭയ്ക്ക് ഓക്കാനം വന്നത്. അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി വേഗം ബാത്റൂമിലേക്ക് പോയി. നളിനി അച്യുതനോട് പറഞ്ഞു, "ഇന്ന് കുറച്ച് വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഗ്യാസ് കയറിയതാവും, കുറച്ചു കഴിഞ്ഞാൽ ശരിയാവും." ശോഭ തിരിച്ചു വന്നപ്പോൾ നളിനി ചോദിച്ചു, "മോളെ ശോഭേ, ശരിയായല്ലോ അല്ലേ?" ശോഭ ക്ഷീണത്തോടെ മറുപടി പറഞ്ഞു, "ആ അമ്മേ, ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ." "ശരി മോളെ, നീ കിടന്നോ. നിനക്ക് സുഖമാകുമ്പോൾ വന്ന് ഭക്ഷണം കഴിക്കണം, കഴിക്കാതിരിക്കരുതട്ടോ, എന്നാൽ വീണ്ടും ഗ്യാസ് കയറി ഛർദ്ദിക്കാൻ തുടങ്ങും," നളിനി പറഞ്ഞു. "ശരി അമ്മേ," എന്ന് പറഞ്ഞ് ശോഭ ക്ഷീണിച്ച് കിടന്നു. ശോഭ കിടക്കുന്നത് കണ്ട് അച്യുതൻ അവളുടെ മുറിയിലേക്ക് പോയി. അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്നും ചോദിക്കാതെ അയാൾ പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞ് ശോഭയ്ക്ക് ക്ഷീണം മാറിയപ്പോൾ അവൾ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴേക്കും നളിനി എല്ലാ ജോലിയും തീർത്തിരുന്നു. "മോളെ, ശരിയായല്ലോ. രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം അവിടെയുണ്ട്, മോളത് കഴിച്ചോ?" നളിനി പറഞ്ഞു. "ഇനിയിപ്പോ വേണ്ട അമ്മേ, ഞാനൊരു ചായ ഇട്ട് കുടിച്ചോളാം," ശോഭ മറുപടി പറഞ്ഞു. "ശരി, നിനക്കെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കുടിച്ചോ," എന്ന് പറഞ്ഞ് നളിനി പോയി. ശോഭ ചായ ഇട്ടു കുടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ഓക്കാനം വന്നു. അവൾ നളിനിയെ നോക്കി. അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഛർദ്ദിച്ചു. അത് കണ്ടുകൊണ്ട് നിന്ന അച്യുതൻ ചോദിച്ചു, "മോളെ?" അവൾ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. ശോഭയുടെ ഛർദ്ദി ഒരു സ്ഥിരം സംഭവമായി മാറി. എന്നിട്ടും നളിനിക്ക് അതിലൊരു സംശയം തോന്നിയില്ല. ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ശോഭയ്ക്ക് വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് നളിനി പറഞ്ഞു, "മോളെ, നാളെ തന്നെ നമുക്കിതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ എന്തെങ്കിലും അസുഖം വന്നാലോ?" അവൾ ഒരു പേടിയോടെ ശരി എന്നു പറഞ്ഞു. എല്ലാ ജോലികളും കഴിഞ്ഞ് മുറിയിൽ കിടക്കുമ്പോൾ ശോഭ ചിന്തിച്ചു, സത്യമറിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന നളിനിയമ്മ എന്നെ വെറുക്കുമോ? അതുപോലെ എന്റെ അച്ഛനും അമ്മയും, ഞാൻ എങ്ങനെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും? അവൾ ഓരോന്നും ഓർത്തു മയങ്ങിപ്പോയി. പിന്നെ അവൾ വൈകുന്നേരമാണ് ചായ കുടിക്കാനായി എഴുന്നേറ്റത്. ഭക്ഷണം കഴിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. എന്തെങ്കിലും കഴിച്ചാൽ ഛർദ്ദി വരുമെന്നും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ നളിനിയമ്മ നിർബന്ധിക്കുമെന്നും അവൾക്ക് തോന്നി. ഹോസ്പിറ്റലിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അത് കൂടുതൽ പ്രശ്നമായി. ഗ്യാസ് കയറി അവൾക്ക് കൂടുതലായി ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് നളിനി പറഞ്ഞു, "മോളെ, നാളെ രാവിലെ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം കേട്ടോ." അവൾ ഒന്നും മിണ്ടാതെ നിന്നു. നളിനി സ്ഥിരമായി വിളിക്കാറുള്ള ഓട്ടോ ഡ്രൈവറെ വിളിച്ചു. അയാൾ കൃത്യസമയത്ത് തന്നെ വീട്ടിനു മുന്നിൽ വണ്ടി എത്തിച്ചു. നളിനി വിളിച്ചപ്പോൾ പേടിയോടെ ശോഭ ഓട്ടോയിൽ കയറി. ഓട്ടോ ഹോസ്പിറ്റലിലേക്ക് അടുക്കുംതോറും അവളുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. കുറച്ചു സമയത്തിനു ശേഷം അവരുടെ ഓട്ടോ ഹോസ്പിറ്റലിലെത്തി. നളിനി ഓട്ടോ ഡ്രൈവറോട് കാത്തുനിൽക്കാൻ പറഞ്ഞിട്ട് ശോഭയോടൊപ്പം ഡോക്ടറെ കാണാൻ പോയി. നഴ്സ് അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അയൽക്കാരിയായ ലീലയെ അവർ കണ്ടത്. "എന്തുപറ്റി ലീലെ? എന്താണിവിടെ?" നളിനി ചോദിച്ചു. "ഒന്നുമില്ല നളിനി ചേച്ചി. മോൾക്കിപ്പോൾ 4 മാസമായില്ലേ? ചെറിയൊരു പനിയുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്," ലീല തിരിച്ചു ചോദിച്ചു. "നളിനി ചേച്ചിക്ക് എന്താണ് പ്രശ്നം?" "എനിക്കൊന്നുമില്ല. ശോഭ മോൾക്ക് ചെറിയൊരു ഛർദ്ദിയുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പോഴത്തെ അസുഖങ്ങൾ എങ്ങനെ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ." "ആ, അതും ശരിയാണ്," ലീല സമ്മതിച്ചു. കുറച്ചു സമയത്തിനു ശേഷം നേഴ്സ് ശോഭയെ ഡോക്ടറെ കാണിക്കാനായി വിളിച്ചു. "ശരി ലീലെ, പിന്നെ കാണാം," എന്ന് പറഞ്ഞ് നളിനി ശോഭയോടൊപ്പം പോയി. ഡോക്ടറുടെ മുറിയിലേക്ക് നളിനിയുടെ പിന്നാലെ പേടിയോടെ ശോഭ നടന്നു. ശോഭയെ പരിശോധിച്ച ശേഷം ഡോക്ടർ നളിനിയോട് പറഞ്ഞു, "കുഴപ്പമൊന്നുമില്ല, ശോഭ ഗർഭിണിയാണ്." അത് കേട്ട നളിനി ഞെട്ടിപ്പോയി. അവൾ ശോഭയെ നോക്കി. അവൾ തലകുനിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ തുടർന്നു, "ഇതിൽ ഞാൻ കഴിക്കേണ്ട മരുന്നുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായ ചെക്കപ്പിന് കൊണ്ടുവരികയും വേണം." നളിനി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ നളിനിയെയും ശോഭയെയും കണ്ട ലീല ചിന്തിച്ചു, ഇവർക്കിതെന്താ പറ്റിയത്? അങ്ങോട്ട് പോയതുപോലെയല്ലല്ലോ തിരിച്ചു വരുമ്പോഴുള്ള ഭാവം. കുറച്ചു സമയത്തിനു ശേഷം ലീലയുടെ മോളെ നേഴ്സ് വിളിച്ചു. മോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ലീല ശോഭയുടെ കാര്യം ചോദിച്ചു. "ശോഭയ്ക്ക് വിശേഷമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു." ഇത് കേട്ട ലീല ഞെട്ടിപ്പോയി. ശേഷം മകളെയും നോക്കി ഡോക്ടറുടെ മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ലീല മകളോട് പറഞ്ഞു, "അവിഹിതം, ആ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ?
അതിപ്പോ വെറുതെയായില്ല. ഈ സമയം നളിനിയും ശോഭയും ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഓട്ടോ കുറച്ചു ദൂരം എത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ ജയപാലൻ നളിനിയോട് ചോദിച്ചു, ഓട്ടോയിൽ കയറിയാൽ അമ്മായിയമ്മയും മരുമോളും ഓരോന്ന് പറഞ്ഞ് ചിരിക്കുമല്ലോ, ഇപ്പോ ഇവർക്കെന്തു പറ്റി? നളിനി അയാളോട് പറഞ്ഞു, ഒന്നുമല്ല ജയപാല. ഓട്ടോ നേരെ നളിനിയുടെ വീട്ടിൽ ചെന്ന് നിന്നു. ഓട്ടോയിൽ നിന്നിറങ്ങിയ നളിനി ജയപാലന് പണം കൊടുത്ത് അയാൾ പറഞ്ഞുവിട്ടു. അവർ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ TV കണ്ടുകൊണ്ടിരുന്ന അച്യുതൻ ചോദിച്ചു, ഡോക്ടർ എന്തു പറഞ്ഞു? നളിനി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അയാളെ നോക്കി മുറിയിൽ പോയി വാതിലടച്ചു. അയാൾ ശോഭയെ നോക്കിയപ്പോൾ അവൾ തലകുനിച്ച് നേരെ മുറിയിലേക്ക് പോയി വാതിലടച്ചു. ഇവർക്കിത് രണ്ടുപേർക്കും എന്തു പറ്റി? അച്യുതൻ സ്വയം ആലോചിച്ചു. അയാൾ നളിനിയുടെ മുറിയുടെ വാതിലിൽ തട്ടി. കുറച്ചു സമയത്തിനു ശേഷം അവർ വാതിൽ തുറന്നു. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത്? വരുന്ന വഴിയിൽ വഴക്കിട്ടോ? അച്യുതൻ ചോദിച്ചു. അയാൾ ചോദിക്കുന്ന ഒന്നിനും നളിനി മറുപടി പറഞ്ഞില്ല. അച്യുതൻ വീണ്ടും ചോദിച്ചു, ഡോക്ടർ എന്താണ് പറഞ്ഞത്? അത് കേട്ട നളിനി പറഞ്ഞു, നിങ്ങളുടെ മരുമകളോട് പോയി ചോദിക്കേ. നിനക്കിത്ര ദേഷ്യം വരാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? നളിനി പൊട്ടിക്കരഞ്ഞു. നീ എന്തിനാണ് കരയുന്നത്? അച്യുതൻ ചോദിച്ചു. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൾ നമ്മളെ പറ്റിച്ചു. നമ്മൾ എത്ര വിശ്വസിച്ചതാണ് അവളെ. അവൾ നമ്മളെ പറ്റിച്ചു. നീ എന്തൊക്കെയാ പറയുന്നത്? അവൾ എന്തു പറ്റിച്ചു എന്നാ പറയുന്നത്? നളിനി പറഞ്ഞു, അവൾക്ക് ഗർഭമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ട അച്യുതൻ ഞെട്ടി. നീ എന്തൊക്കെയായി പറയുന്നത്? അതെ, സത്യമാണ്. അവൾക്ക് ഗർഭമുണ്ടെന്ന് ഡോക്ടർ ഉറപ്പിച്ചു. അതിന്റെയാണ് അവൾക്ക് ഇത്രയും നാളായുള്ള ഈ ഛർദി. നളിനി കണ്ണീരോടെ പറഞ്ഞു നിർത്തി. അച്യുതൻ ഞെട്ടലോടെ കസേരയിലിരുന്നു. നളിനിയോട് അയാൾ പറഞ്ഞു, രമേശ് ഇതറിഞ്ഞാൽ അവൻ നെഞ്ചുപൊട്ടി മരിക്കും. ഇതെങ്ങനെയാ അവനെ അറിയിക്കുക? കുറച്ചു സമയത്തിനു ശേഷം അച്യുതൻ നളിനിയോട് ചോദിച്ചു, ശോഭ ആളാണെന്ന് വല്ലതും പറഞ്ഞോ? നീ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചോ? നളിനി ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ അവളോടൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചോദിച്ചോ. നമ്മുടെ മകനെ ചതിച്ച അവൾ നന്നാവില്ല. ശരി, ഞാനെന്നാൽ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അച്യുതൻ നേരെ ശോഭയുടെ മുറിയുടെ വാതിലിൽ തട്ടി. ശോഭ വാതിൽ തുറന്നു. അവളോട് അച്യുതൻ ചോദിച്ചു, അമ്മ പറഞ്ഞത് സത്യമാണോ മോളെ? അവൾ തലകുലുക്കി സമ്മതിച്ചു. നിനക്കെങ്ങനെയാ രമേശിനെയും ഞങ്ങളെയും പറ്റിക്കാൻ തോന്നിയത്? നിന്നെ ഞങ്ങൾ സ്വന്തം മോളായിട്ടല്ലേ കണ്ടത്? അയാൾ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി. ശരി, ഇതിന് കാരണക്കാരൻ ആരാണ്? അയാൾ അവളോട് ചോദിച്ചു. അവൾ അതിന് മറുപടി പറഞ്ഞില്ല. പറ, ഇതിന്റെ അച്ഛൻ ആരാണ്? പറയില്ല അച്ഛാ, ഞാനിപ്പോ ഒന്നും പറയില്ല. എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത് എന്നും പറഞ്ഞ് അവൾ വാതിലടച്ചു. അച്യുതൻ നളിനിയോട് പറഞ്ഞു, അവൾ ഒന്നും പറയില്ലെന്നാണ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യേ, അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരാൻ പറ. ഫോണിലൂടെ കാര്യം പറയാൻ നിൽക്കണ്ട, ഇവിടെ വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. നളിനി ശോഭയുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു, നാളെ ഇവിടെ വരെ വരൂട്ടോ, കണ്ടിട്ട് കുറെ ആയില്ലേ? ശോഭയുടെ അമ്മ പറഞ്ഞു, ശരി, ഞങ്ങൾ നാളെ വരാം. അന്ന് ഉച്ചയ്ക്കും രാത്രിയിലും ആരും ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ അച്യുതൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ശോഭയുടെ കാര്യങ്ങളറിഞ്ഞ് ആളുകൾ ഓരോന്ന് അയാളോട് ചോദിക്കാൻ തുടങ്ങി. അച്യുതൻ ചേട്ടാ, മരുമോൾ ആളെ പറഞ്ഞോ? ഓരോരുത്തരും ഓരോ തരത്തിലാണ് സംസാരിച്ചത്. കാട്ടുതീ പോലെയാണ് ഈ വാർത്ത പരന്നത്. അയാൾ വീട്ടിലെത്തിയതും നളിനിയോട് ചോദിച്ചു, നാട്ടുകാരിതെങ്ങനെ അറിഞ്ഞു? നളിനി പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ലീലയും മോളും ഉണ്ടായിരുന്നു. അവരിനി ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞതാവാം, എനിക്കറിയില്ല. കുറച്ചു സമയത്തിന് ശേഷം ശോഭയുടെ അമ്മ സുമതിയും അച്ഛൻ ഹരിദാസും എത്തി. വിഷമിച്ചിരിക്കുന്ന നളിനിയോട് അവർ ചോദിച്ചു, എന്തുപറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നളിനി ശോഭയുടെ അമ്മയായ സുമതിയോട് കാര്യം പറഞ്ഞു. സുമതിയും ഭർത്താവ് ഹരിദാസും ഇത് കേട്ട് ഞെട്ടി. സുമതി പറഞ്ഞു, നിങ്ങൾ അവരോട് സംസാരിച്ചോ? അവൾ ആരാണെന്ന് പറഞ്ഞോ? അച്യുതൻ പറഞ്ഞു, അവള് പറയില്ലെന്നാണ് പറയുന്നത്. അവളെ ഞാനിന്ന് എന്ന് പറഞ്ഞ് സുമതി ദേഷ്യത്തോടെ ശോഭയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. സുമതി ശോഭയുടെ മുറിയുടെ വാതിലിൽ തട്ടി. ശോഭ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സുമതിയെ കണ്ടതും അവൾ കെട്ടിപ്പിടിക്കാനായി പോയി. സുമതി പറഞ്ഞു, തൊട്ടുപോകരുതെന്നേ. നിനക്ക് എങ്ങനെയാടി ഈ പാവങ്ങളെയും നിന്നെ പൊന്നുപോലെ നോക്കുന്ന രമേശിനെയും പറ്റിക്കാൻ തോന്നിയത്? എന്തിന്റെ കേടാണ് നിനക്ക്? ഇവിടത്തെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നീ ഉണ്ടാക്കിയില്ലേ? അറിഞ്ഞവരൊക്കെ പറയില്ലേ ഇതെന്റെ വളർത്തുദോഷമാണെന്ന്? സുമതി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശോഭ കരയുകയല്ലാതെ മറുപടി ഒന്നും പറയാൻ പോയില്ല. സുമതി തുടർന്നു, ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയുന്നുമില്ല, ചോദിക്കുന്നുമില്ല. ഇതിനാരാണ് കാരണം? സത്യം പറ. ഇത് കേട്ട ശോഭ പറഞ്ഞു, എന്നോട് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയില്ല. എന്തുകൊണ്ട് പറയില്ല?
സുമതി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നളിനി അങ്ങോട്ടേക്ക് വന്നു. ഇവളിനി ഇവിടെ നിർത്താൻ കഴിയില്ല സുമതി. ഇന്ന് തന്നെ ഇവളിവിടുന്ന് കൊണ്ടുപോകണം. വേറെ ഒരുത്തന്റെ കുഞ്ഞിനെ ചുമക്കുന്ന ഇവളെ ഞങ്ങൾക്കിനി വേണ്ട. ഇവളെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും ഇവൾ ഞങ്ങൾക്ക് തന്ന ശിക്ഷയായി ഇത് കണക്കാക്കിക്കൊള്ളാം. ശോഭയ്ക്ക് എന്തു പറയണമെന്നറിയാതെ അവൾ രമേശിനെ വിളിക്കാൻ ശ്രമിച്ചു. കുറേ പ്രാവശ്യം വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. അവൾ തന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാനായ സുമതിയോട് നളിനി പറഞ്ഞു, ഞങ്ങളോടൊന്നും തോന്നരുത് സുമതി. ഞാൻ രമേശിനെ വിളിക്കുമ്പോൾ കാര്യങ്ങൾ പറയട്ടെ. എന്റെ മോന്റെ ചങ്ക് തകരും. ഞാൻ എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കും? സുമതിയും വിഷമത്തോടെ കരഞ്ഞു. സുമതി ശോഭയെയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. വഴിയിലുള്ള ആളുകൾ ശോഭയെ നോക്കി ഓരോന്നു പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തല താഴ്ത്തി നടന്നു. വീട്ടിലെത്തി ശോഭയോട് സുമതി പറഞ്ഞു, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു രമേശും അവന്റെ വീട്ടുകാരും. എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനൊരു നല്ല കുടുംബം കിട്ടില്ല. നിനക്കത് കിട്ടി. എന്നിട്ട് അത് നീ തന്നെ ഇല്ലാതാക്കി. സുമതി ഓരോന്ന് പറഞ്ഞു സങ്കടപ്പെട്ടു. എന്നിട്ട് മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശോഭയുടെ മൊബൈലിലേക്ക് രമേശിന്റെ കോൾ വന്നു. പക്ഷെ അവൾ അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. ഫോണിന്റെ ശബ്ദം അവൾ കേട്ടില്ല. രമേശ് വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. ഉടൻ തന്നെ അവൻ നളിനിയെ വിളിച്ചു. നളിനി ലാൻഡ് ഫോൺ എടുത്തു. അമ്മേ, ഞാനാണ് രമേശ്. പറമോനെ, ഞാൻ ശോഭയെ കുറേ നേരമായി വിളിക്കുന്നു. അവൾ കോൾ എടുക്കുന്നില്ല. എന്തുപറ്റി? നിങ്ങളൊന്ന് അവൾക്ക് ഫോൺ കൊടുക്കാമോ? നളിനിക്ക് എന്തു പറയണമെന്നറിയാതെ അച്യുതന് ഫോൺ കൊടുത്തു. അച്യുതൻ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം രമേശ് ചോദിച്ചു, ശോഭ എവിടെയച്ചാ? അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു മോനെ. നളിനി ഫോൺ വാങ്ങി പറഞ്ഞു, മോനെ, നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം. എന്നാൽ ഇതിനൊരു തീരുമാനമാകൂ. നീ വിഷമിക്കണ്ടട്ടോ. ശരിയമ്മേ, ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. ലീവ് ചോദിച്ചു നോക്കട്ടെ. രമേശ് ഫോൺ കട്ട് ചെയ്തു. നളിനി അച്യുതനോട് പറഞ്ഞു, അവന് സങ്കടമായി കാണും. എന്റെ മോന് പെട്ടെന്നൊന്ന് വന്നാൽ മതി. അവൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. എനിക്കവൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരോരോന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രമേശ് നാട്ടിലെത്തി. രമേശിനെ കണ്ടതും നളിനിയും അച്യുതനും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മ കരയണ്ട, ഞാൻ എത്തിയില്ലേ. ഞാനൊന്ന് കുളിച്ചിട്ട് ഇപ്പൊ വരാം. ശരി മോനെ. നളിനി വേഗം അടുക്കളയിൽ കയറി അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അച്യുതൻ പറഞ്ഞു, ഇന്ന് അമ്പലത്തിലേക്ക് വന്നവരൊക്കെ അവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അല്ലെങ്കിലും അതുതന്നെയല്ലേ വേണ്ടത്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് രമേശ് വന്നത്. രമേശ് അവരോട് ചോദിച്ചു, ആരെ ഉപേക്ഷിക്കുന്ന കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അച്യുതൻ പറഞ്ഞു, ശോഭയെ. അവളെ ഉപേക്ഷിക്ക്. എന്നിട്ട് നിനക്ക് നല്ലൊരു പെണ്ണിനെ നോക്കി കല്യാണം നടത്താം. ഇത് കേട്ട രമേശ് പൊട്ടിത്തെറിച്ചു. ഒന്ന് നിർത്താച്ച. ശോഭ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളെ നിങ്ങൾ എന്നോട് ഉപേക്ഷിക്കാൻ പറയുന്നത്? ഇത് കേട്ട നളിനി പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം അവൾ? നിങ്ങൾ സത്യമറിയാതെയാണ് സംസാരിക്കുന്നത്. അന്യപുരുഷന്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളെ തന്നെ വേണോ നിനക്ക്? അത് കേട്ട രമേശ് ചോദിച്ചു, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് നിങ്ങൾക്കറിയാമോ? നളിനി ചോദിച്ചു, ഇല്ല, ഞങ്ങൾക്കറിയില്ല. എന്താ, നിനക്കറിയാമോ? അറിയാം, രമേശ് പറഞ്ഞു. ഇത് കേട്ട നളിനിയും അച്യുതനും ഞെട്ടി. എന്ത്? നിനക്കറിയാമോ? അതെ, അറിയാം. ആരാണ്? അവർ ചോദിച്ചു. ഞാൻ തന്നെയാണ്, രമേശ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രമേശ് പറഞ്ഞത് കേട്ട് അച്യുതൻ പറഞ്ഞു, നീ എന്താ ഞങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ? അല്ല അച്ഛാ, ഞാൻ പറയുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്ക്. നളിനി ഇടയിൽ കയറി ചോദിച്ചു, 2 വർഷമായി നീ മലേഷ്യയിലാണ്. പിന്നെ നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ വിശ്വസിക്കാനാണ്? രമേശ് പറഞ്ഞു, ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് പറയാം. നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഞാൻ മലേഷ്യയിലല്ല ജോലി ചെയ്യുന്നത്. മലേഷ്യയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ ഞങ്ങളെ പറ്റിച്ചു. മലേഷ്യയിലെത്തിയ ഞങ്ങൾക്ക് ഭക്ഷണ സൗകര്യമോ താമസ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1 മാസം എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചുനിന്നു. പിന്നെ അവിടെ നിന്ന് ഒരു മലയാളിയെ പരിചയപ്പെട്ടു. അയാളാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാൻ നോക്ക്. പിന്നീട് ഞാൻ അയാളുടെ ഫോൺ വാങ്ങി ശോഭയോട് കാര്യം പറഞ്ഞു. ശോഭ പറഞ്ഞു, ഏട്ടാ വിഷമിക്കണ്ട, ഞാൻ എന്റെ സ്വർണം വെച്ച് പണം ഏട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. ഏട്ടൻ നാട്ടിലേക്ക് വരാൻ നോക്ക്. ഞാനാണ് അവളോട് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കരുതെന്ന് പറഞ്ഞത്. എന്നെ ഇവിടെ നിന്ന് എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പോരാത്തതിന് ഈ വീടിന്റെ ആധാരം പോലും പണയം വെച്ചില്ലേ. ഇതൊന്നും നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റില്ലെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കരുതെന്ന് പറഞ്ഞത്.
ഞാൻ നാട്ടിൽ നിന്ന് മലേഷ്യയ്ക്ക് പോയതിനു ശേഷം 3 മാസം കൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്തിയിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലുണ്ട്. അവനാണ് അവൻ്റെ ഓഫീസിലൊരു മാനേജിംഗ് പോസ്റ്റിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറി. ജോലിക്ക് കയറിയതിനു ശേഷം എല്ലാ മാസവും ഞാൻ രാത്രി ആരും കാണാതെ വരും. ശോഭയാണ് എനിക്ക് വാതിൽ തുറന്നു തരാറുള്ളത്. അവളെയും നിങ്ങളെയും ഞാൻ എല്ലാ മാസവും കാണാൻ വരാറുണ്ട്. അവളുടെ കൂടെ അന്ന് മുഴുവൻ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണ് ഞാൻ പോവാറ്. ഇതൊക്കെ കേട്ട് നളിനിയും അച്യുതനും കരയാൻ തുടങ്ങി. രമേശ് പറഞ്ഞു, ഞാൻ കാരണമാണ് അവളിപ്പോൾ ചീത്തപ്പേര് കേട്ട് ഇവിടെ നിന്ന് പോകേണ്ടി വന്നത്. നളിനി ചോദിച്ചു, ഇതൊക്കെ നിനക്ക് ഞങ്ങളെ അറിയിക്കായിരുന്നില്ലേ മോനെ? അവളെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ മോനെ. നളിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ എങ്ങനെ അവളുടെ മുഖത്തു നോക്കും? നാട്ടുകാർ വേറെ അവൾക്ക് അവിഹിതമാണെന്ന് പറഞ്ഞു പരത്തി മോനെ. അവർ ഓരോന്നു പറഞ്ഞ് കരയാൻ തുടങ്ങി. അതൊന്നും സാരമില്ല അമ്മേ, നമുക്ക് ഇന്ന് തന്നെ പോയി കൂട്ടിയിട്ട് വരണം, രമേശ് പറഞ്ഞു. ശരി മോനെ. നളിനി ജയപാലനെ വിളിച്ചു വരാൻ പറഞ്ഞു. ജയപാലൻ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തി. നളിനിയും രമേശും കൂടി ഓട്ടോയിൽ ശോഭയുടെ വീട് ലക്ഷ്യമാക്കി പോയി. ഓട്ടോയിലിരുന്ന അവരോട് ജയപാലൻ ചോദിച്ചു, രമേശ്, നീ എപ്പോഴാ എത്തിയത്? ഞാൻ രാവിലെ എത്തി ജയേട്ടാ, രമേശ് മറുപടി പറഞ്ഞു. ശോഭയുടെ കാര്യം അറിഞ്ഞു വന്നതാണോ? ജയപാലൻ ചോദിച്ചു. അതേ ഏട്ടാ, രമേശ് പറഞ്ഞു. നാട്ടുകാർക്കറിയില്ലല്ലോ ജേട്ടാ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന്. ജയപാലൻ ഞെട്ടി വണ്ടി നിർത്തി. ജയപാലൻ വഴി ശോഭയെക്കുറിച്ച് നാട്ടുകാരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഇതാണൊരു വഴിയെന്ന് രമേശിന് അറിയാമായിരുന്നു. നീ എന്താണ് പറഞ്ഞത്? ജയപാലൻ ചോദിച്ചു. രമേശ് ഉണ്ടായ സംഭവങ്ങളെല്ലാം ജയപാലനോട് വിശദീകരിച്ചു. ജയപാലൻ എല്ലാം കേട്ട് വണ്ടി ഓടിച്ചു. പാവം, ഒരു പെണ്ണിന് അപവാദം വരുത്തിയില്ലേ മോനെ? നീ ഇപ്പോഴെങ്കിലും വന്ന് പറയാൻ തോന്നിയല്ലോ, ജയപാലൻ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ശോഭയുടെ വീട്ടിലെത്തി. സുമതി നളിനിയെയും രമേശിനെയും കണ്ടതും മുറ്റത്തേക്ക് ഓടിവന്നു. മോനെ, നീ എപ്പോഴാ വന്നത്? അവർ രമേശിനോട് ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ വന്നതേയുള്ളൂ, രമേശ് മറുപടി പറഞ്ഞു. മോനെ, നടന്നതൊക്കെ നീ അറിഞ്ഞു കാണും. നീ അവരോട് ക്ഷമിക്കണം, സുമതി പറഞ്ഞു. മോനെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, രമേശ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ എവിടെയാമേ? അവൾ മുറിയിലുണ്ടാവും, നളിനി സുമതിയോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും നമ്മളെ പറ്റിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, സുമതി പറഞ്ഞു. സുമതി, നിങ്ങൾ രണ്ടുപേരും വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നളിനി വീട്ടിനകത്തേക്ക് കയറി. നളിനി എല്ലാ കാര്യങ്ങളും സുമതിയോടും ഹരിദാസിനോടും പറഞ്ഞു. ഇതെല്ലാം കേട്ട് മുറിയിൽ കരയുകയായിരുന്നു ശോഭ. സുമതി, ശോഭയെ ഒന്ന് വിളിക്കാമോ? അവളോട് ക്ഷമ ചോദിക്കണം, നളിനി പറഞ്ഞു. സുമതി ശോഭയുടെ മുറിയിൽ പോയി ശോഭയെ വിളിച്ചു. അവൾ നളിനിയുടെ മുന്നിലേക്ക് വന്നു. കണ്ണീരുമായി നിൽക്കുന്ന അവർ അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, നിനക്ക് ഞങ്ങളോടെങ്കിലും സത്യം പറയായിരുന്നില്ലേ മോളെ? നളിനി ചോദിച്ചു. ശോഭ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ ഭർത്താവ് ഒരു കാര്യം സ്വന്തം അച്ഛനോടും അമ്മയോടും പറയരുതെന്ന് പറയണമെങ്കിൽ ആ പ്രശ്നം നിങ്ങളെ വേദനിപ്പിക്കുമെന്നറിഞ്ഞിട്ടാവില്ലേ? രമേശേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഷുഗറും പ്രഷറുമുള്ള നിങ്ങൾക്ക് ആ സമയത്ത് ഇതൊന്നും പറഞ്ഞാൽ താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതുമാത്രമല്ല, എന്നോട് ഭർത്താവ് എന്നെ വിശ്വസിച്ച് പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെയമ്മേ പറയുക? എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ സമയം ജയപാലൻ അവന്റെ ഫോണെടുത്ത് നാട്ടിലുള്ള ഓട്ടോ ഡ്രൈവർമാരോട് രമേശിന്റെയും ശോഭയുടെയും കാര്യങ്ങൾ പറഞ്ഞു. ശോഭയ്ക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പരന്നതിനേക്കാൾ വേഗത്തിൽ ഈ വാർത്ത കാട്ടുതീ പോലെ നാടൊട്ടാകെ പടർന്നു. ശോഭ നളിനിയോട് പറഞ്ഞു, അത് രമേശേത്രന്റെ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. ഒരു പെണ്ണ് ഇത് അദ്ദേഹത്തിന്റെ കുട്ടിയാണെന്ന് പറയുമ്പോഴല്ല, അവളുടെ ഭർത്താവ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുട്ടിയാണെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ വിജയിക്കുന്നത്. ഇത് കേട്ട നളിനി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടായി ഒന്നേ പറയാനുള്ളൂ, ഇതുപോലുള്ള ഒളിച്ചുകളി മക്കൾ ചെയ്യരുത്. പ്രവാസി ഭാര്യമാരുടെ നാട്ടിലെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവർ ഇനി എത്ര നല്ലത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്താൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ഇത്രയും പറഞ്ഞ് സുമതിയോടും ഹരിദാസിനോടും യാത്ര പറഞ്ഞ് അവർ രമേശിന്റെ വീട്ടിലേക്ക് പോയി. രമേശിന്റെ വീട്ടിലെത്തിയപ്പോൾ അവളെ കളിയാക്കി ചിരിച്ചവരെല്ലാം ഇപ്പോൾ അഭിമാനത്തോടെ നോക്കി. വീട്ടിലെത്തി അച്യുതൻ പറഞ്ഞു, അമ്പലത്തിൽ പോയിരുന്നു. നമ്മുടെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് അവരെല്ലാവരും ആ വീട്ടിൽ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ചിരിച്ചു.